ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാൻറ്റൺ ഫെസ്റ്റിവലിന് പോകാനിറങ്ങിയ ലീറ്റാവിനെ ഹീറോയിനെയും തടഞ്ഞു നിർത്തിയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് കിങ്ങും കൂടി. അവരെ 3 പേരെയും പറഞ്ഞു വിട്ടിട്ട് സായിഷു എന്തോ എടുക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ 3 പേരും കൂടി അങ്ങാടിയിലെത്തിയപ്പോൾ ഹീറോയിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതിനെ പറ്റി 2 പേരും കൂടി തർക്കിക്കുന്നത് കണ്ടുകൊണ്ട് ഹീറോയിൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും എനിക്ക് എടുത്തു തരേണ്ട, ഞാൻ തന്നെ എടുത്തോളാമെന്ന് പറഞ്ഞ് 2 പേരുടെയും വായിൽ ഓരോ ബണ്ണ് കുത്തിത്തിരികിയിട്ട് അവളുടെ ബഡ്ജറ്റിൽ ഒറങ്ങിയ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അവൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നു. ലീറ്റാവ് പുറത്തു പോയ തക്കത്തിന് സായിഷുയുടെ വീട്ടിൽ അവൻ തലേന്ന് താമസിച്ച റൂമിൽ പോയി കോങ് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവൻ തലേന്ന് അവിടെ നിന്നിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം. ഡ്രസ്സൊക്കെ മാറി അതിലെ നടന്നപ്പോൾ നമ്മുടെ ഹീറോയിന് അവിടെ ഇരിക്കുന്ന ഒരു ബൊമ്മക്കുട്ടി ഇഷ്ടപ്പെടുകയും അത് വേണമെന്നാവശ്യപ്പെട്ട അപ്പോൾ നമ്മുടെ ഹീറോയും ലീറ്റാവും 2 പേരും കൂടി ഒരേപോലെ മത്സരിച്ച് ജയിച്ച് അവൾക്ക് ആ ഡോള് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഡോളൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ അവരെല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ ഹീറോ ആദ്യം തന്നെ പോയി അവിടെ ഇരുന്ന് ഓർഡർ കൊടുക്കുന്നു. അത് കണ്ടിട്ട് ലീറ്റാവ് വന്ന് പറയുന്നു, തനിക്കെന്തൊരു ജാടയാടോ, അങ്ങോട്ട് വന്ന് തന്റെ ഭക്ഷണം താൻ തന്നെ വാങ്ങിച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എനിക്കുള്ള ഫുഡും കൂടി നീങ്ങ് കൊണ്ടുവന്നാൽ മതിയെന്ന് കിങ് പറഞ്ഞപ്പോൾ ലീറ്റാവ് പറയുന്നു, ചിലപ്പോൾ തന്നെക്കാളും വലിയ സ്റ്റാറ്റസും പണവും ഉള്ള ആളായിരിക്കാം ഞാനെന്ന് ലീറ്റാവ് പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഒരിക്കലുമല്ല, ഈ കിങ്ഡത്തിൽ തന്നെ യാനിനേക്കാൾ വലിയ സ്റ്റാറ്റസും പവറും ഉള്ളവർ ആരും തന്നെ ഇല്ല എന്ന് ഹീറോയിൻ പറയുന്നത് കേട്ട് കിങ് ചോദിക്കുന്നു, അപ്പൊ നിനക്ക് എന്നെ ഓർമ്മ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് അത് മൈൻഡ് ചെയ്യാതെ അവിടെ പോയി കഴിക്കാനിരിക്കുന്നു. അപ്പോഴത്തേനും സായിഷുവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിങ് ആട്ടെ ഹീറോയിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സായിഷുവിനെ ഭയങ്കര കെയറിങ്, ഭക്ഷണം വിളമ്പി കൊടുക്കുക, സായിഷു വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കിങ് തിന്നുക, അങ്ങനെ 2 പേരുടെയും കെയറിങ് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കടിച്ചമർത്തി അവിടെ ഇരിക്കുമ്പോഴാണ് സായിഷു അടുത്ത ഐഡിയ ആയിട്ടും വന്നത്. ഒരു ചുമന്ന ത്രെഡ് എടുത്തിട്ട് കപ്പിൾസ് 2 പേരും ഈ ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ ഈ ത്രെഡ് പൊട്ടാതെ 2 പേരും 2 പേരുടെ കയ്യിൽ കെട്ടി നടക്കുകയാണ്, അവർക്ക് വലിയ പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കിങ് അതിനെ എതിർക്കാതെ അവൻ കെട്ടാൻ സമ്മതിച്ചു. അതും കൂടി കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഹീറോയിൻ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയതും കിങ് വളരെ സന്തോഷത്തോടെ സായിഷുവിനോട് അവനെ സഹായിച്ചതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത് ഹീറോയിൻ അവൾക്ക് അമ്നേഷിയാണ്, എല്ലാം മറന്നു എന്ന് പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സായിഷുവും കിങ്ങും കൂടെ കളിച്ച കളിയായിരുന്നു ഇതെല്ലാം. ഇപ്പുറത്ത് നമ്മുടെ കോങ് ആട്ടെ ലീറ്റാവ് കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിലെ റൂം കണ്ടെത്തുകയും അവിടെ പോയി സെർച്ച് ചെയ്യുകയും ചെയ്തു. അവിടെ അവന്റെ തലേണന്റെ അടിയിൽ നിന്നും അവനൊരു മാപ്പ് കിട്ടുകയും അത് കിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിനും എല്ലാവരും ലാന്റേൺസ് ഉണ്ടാക്കുകയായിരുന്നു. നമ്മുടെ കിങ്ങും സായിഷുവും ഒരുമിച്ചിരുന്ന് ലാന്റേൺസ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരുപാട് സങ്കടമായി. നമ്മുടെ ഹീറോയിൻ ലീറ്റാവോട് ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് എന്തെങ്കിലും കാരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ ലീറ്റാവ് പറയുന്നു, അങ്ങനെ കാരണമൊന്നും വേണ്ട, കാരണമുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്നേഹം ജെന്യൂൻ അല്ല എന്നാണ്. നമുക്കൊരാളെ കാരണങ്ങളില്ലാതെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സത്യസന്ധമായ സ്നേഹം എന്ന് പറയുമ്പോൾ ഹീറോയിനും അതിനെ ശരിവെക്കുന്നു. ആ സമയം മുതലാക്കി ലീറ്റാവോ അവന്റെ പ്രണയം അവളോട് തുറന്നു പറയുന്നു. പക്ഷെ അവൾ പറയുന്നു, എന്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ലീറ്റാവോ കിങ്ങിനെയാണ് നോക്കിയത്. കിങ്ങും അവളെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലീറ്റാവോ പറഞ്ഞു, അത് സാരമില്ല, നീ ആരെ സ്നേഹിക്കണം എന്നുള്ളത് നിന്റെ ചോയ്സ് ആണ്, പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും എന്ന് എനിക്ക് വിശ്വാസവുമുണ്ട് എന്ന് പറഞ്ഞ് 2 പേരും അവിടെ വഴക്ക് തുടങ്ങി. അവരുടെ 2 പേരുടെയും കളിയും ചിരിയും കണ്ട് നമ്മുടെ കിങ്ങിന് ഒരുപാട് സങ്കടമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അവരുടെ ഓരോ ആഗ്രഹം പറഞ്ഞ് അവരുണ്ടാക്കിയ ലാന്റേൺസ് കുളത്തിൽ ഒഴുക്കി വിട്ടു. നമ്മുടെ കിങ് ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സായിഷു പറഞ്ഞു, എനിക്കിപ്പോൾ അവളോട് ഒരുപാട് അസൂയ തോന്നുന്നുണ്ട്, ഇത്രയും ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാനെ അവൾക്ക് കിട്ടിയത്. അത് കേട്ടത് നമ്മുടെ ഹീറോ പറയുന്നു, ഒരിക്കലുമല്ല, അവളാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ സായിഷു പറഞ്ഞു, എന്നാ പിന്നെ നമ്മുടെ ആക്ടിങ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊഴിപ്പിക്കാം. അപ്പോഴത്തേക്കും ആകാശത്ത് പടക്കം പൊട്ടുന്നത് കണ്ട് അവരെല്ലാരും അത് കാണാൻ പോയി. നമ്മുടെ ഹീറോയിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സായിഷു നമ്മുടെ ഹീറോയുടെ തോളത്തോട്ട് കിടന്നു. അത് കണ്ടതും നമ്മുടെ ഹീറോയിന്റെ സങ്കടം കൂടുകയും ഞാൻ കൂടെ ഇല്ലെങ്കിലും കിങ് ഹാപ്പി ആയിരിക്കും എന്ന് കരുതി. അങ്ങനെ ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ആർക്കാഡിടയിലൂടെ കിങ്ങും സായിഷുവും എങ്ങോട്ടോ പോകുന്നത് കണ്ട് അവളും അവരെ ഫോളോ ചെയ്തു പോയി. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിയതും എന്റെ പണി കഴിഞ്ഞു, അവൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സായിഷു അവിടുന്ന് പോയ ശേഷം കിങ് വേഗം തന്നെ ഹീറോയിനെ പിടിച്ചിട്ട് ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഹീറോയിൻ അവൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അതിൽ ദേഷ്യം വന്ന നമ്മുടെ കിങ് അവൻ പണ്ട് അവൾക്ക് സമ്മാനിച്ച ബ്രേസ്ലെറ്റ് പൊട്ടിക്കാൻ നിന്നപ്പോൾ ഉടനെ തന്നെ അവൾ പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ഥാനം നീ ഒരിക്കലും പൊട്ടിക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. അപ്പോൾ സങ്കടത്തോടെയും വളരെ സന്തോഷത്തോടെ നമ്മുടെ കിങ് പറയുന്നു, അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്കറിയാം, ഇനി ഒരിക്കലും നീ എന്നെ വിട്ടു പോവരുത്, എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും തിരിച്ച് വീട്ടിലെത്തുകയും ലീറ്റാവോ അവന്റെ വക എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുകയും ചെയ്തു. ട്രീറ്റിന്റെ ഇടയിൽ അവർ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയും എല്ലാവരും അവരവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സത്യം പറയാൻ പറ്റാതെ കുടിച്ച് നല്ലോണം പൂസായി. ലാസ്റ്റ് കിങ്ങിന്റെ ഊഴം എത്തിയപ്പോൾ സായിഷു ചോദിച്ചു, നിങ്ങൾ മെങ് എപ്പോഴാണ് പരിചയപ്പെട്ടത്, എപ്പോഴാണ് നിങ്ങൾക്കുള്ളിൽ അവളോട് സ്നേഹം തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു,
എപ്പോഴാണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ എല്ലാവരും മറന്നിരുന്ന എൻ്റെ ബർത്ത്ഡേ അവൾ ആഘോഷിക്കുകയും എനിക്ക് ഗിഫ്റ്റ് തരികയും അതേപോലെ എൻ്റെ കൂടെ ഇരുന്ന ഓരോ നിമിഷവും അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ തകർന്നു പോയി. അവളില്ലാതെ എനിക്ക് കഴിയില്ല എന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അവളെ തെരഞ്ഞ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സായിഷു ചോദിക്കുന്നു, അപ്പോൾ നിന്റെ വീട് യാങ് സിറ്റിയിലാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, എൻ്റെ വീട് അങ്ങ് ദൂരെ നക്ഷത്രങ്ങൾക്കിടയിലാണ് എന്നവൾ പറയുന്നു. ഉടനെ തന്നെ നമ്മുടെ കിങ് പറയുന്നു, നിനക്ക് വീട്ടിൽ പോകാൻ കഴിയത്തില്ല എന്ന് പേടിച്ചിട്ടാണ് നീ എന്നെ വിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ ഒരിക്കലും നിനക്കൊരു തടസ്സവും വരില്ല. നീ ഇവിടെ നിൽക്കുന്ന അത്രേ കാലം എൻ്റെ കൂടെ ഉണ്ടാവണം പ്ലീസ് എന്ന് പറയുന്നു. അപ്പോഴാണ് കോങ് ഓടി വന്ന് കിങ്ങെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് ആ മാപ്പ് കാണിച്ചു കൊടുത്തതും സായിഷുവിൻ്റെ വീടിൻ്റെ മാപ്പാണെന്ന് മനസ്സിലാക്കിയ കിങ് പറഞ്ഞു, ഇവൻ എന്തോ ദുരുദ്ദേശത്തോടെയാണ് ഇവിടെ വന്നത്, ഇവനിൽ ഒരു കണ്ണ് വെക്കണം എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. അവരിത് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹീറോയിനെ കാണാതായി. നമ്മുടെ ഹീറോയിനാട്ടെ കുടിച്ച് ലെക്ക് കെട്ടിട്ട് നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഹീറോയിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. അത് നമ്മളെ ഹീറോ കാണുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്തു. നല്ല ഇരുട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ നിങ്ങളിവിടെ നിൽക്കും, ഞാൻ അയാളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിർത്തിയിട്ട് അയാൾ പോയി. അയാൾ നേരെ പോയത് ലീറ്റാവോയുടെ അടുത്താണ്. യുവർ ഹൈനസ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അവരെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഹീറോയിനെ കണ്ടിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നമ്മുടെ കിങ് അങ്ങോട്ട് വന്നു. കിങ്ങിനെ കണ്ട സന്തോഷത്തിൽ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കുഴിയിലോട്ട് നമ്മുടെ ഹീറോയിൻ വീണു. അവൾ വീഴുന്നത് കണ്ട് അവളുടെ കൂടെ നമ്മുടെ ഹീറോയും എടുത്തു ചാടി. രണ്ടുപേരും കുഴിയിലോട്ട് വീഴുന്നത് കണ്ട് അവരുടെ പ്ലാൻ സക്സസ് ആയി എന്ന് പറഞ്ഞ് ലീറ്റാവു ഒരുപാട് സന്തോഷിച്ചു. കുഴിയിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന നമ്മുടെ ഹീറോയെ അവിടെ തന്നെ പിടിച്ചു കടത്തിയിട്ട് ഹീറോയിൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളതല്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്നാണെന്നറിയില്ല ഞാൻ തിരിച്ചു പോവേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതി പേടിച്ചിട്ടാണ് നിന്നിൽ നിന്നും ഞാൻ അകലാൻ ശ്രമിച്ചത്. എന്നിങ്ങനെ അവളുടെ സ്നേഹം കൺഫെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൂവും കോങ്ങും അവരെ രക്ഷിക്കാൻ അവിടെ എത്തിയത്. കോങ് അവരെ രക്ഷിക്കാൻ വേണ്ടി കയറ് കെട്ടുന്ന നേരം കൊണ്ട് ലൂ എന്ത് ചെയ്തു, രാജാവേ ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് എടുത്തു ചാടി. എടാ പൊട്ട, നിന്നോടാരാ ഇതിനകത്തോട്ട് എടുത്തു ചാടാൻ പറഞ്ഞു, ഇങ്ങനെയാണോ ഞങ്ങളെ രക്ഷിക്കുന്നതെന്ന് കിങ് അയാളെ ചോദിച്ചോണ്ടിരിക്കെ കയറിറക്കി കൊടുത്തു. കോങ് കയറിറക്കി കൊടുത്തതും ലൂ ആ കയറി പിടിച്ചു വലിച്ച് കോങ്ങിനെയും അടിയിലോട്ട് ഇട്ടു. അങ്ങനെ 4 പേരും ആ കുഴിക്കകത്തായി. ഒരു വെളിച്ചത്തിന് വേണ്ടി കോങ് തന്റെ കയ്യിലുള്ള കാൻഡിൽ കത്തിച്ചപ്പോഴാണ് അവർക്ക് അറിയുന്നത് അത് വെറുമൊരു കുഴിയല്ല, വലിയൊരു സ്റ്റോറേജ് ഏരിയയാണ്. അവിടെ ഒരുപാട് ചാക്ക് നിറയെ അരിയാണ് വെച്ചേക്കുന്നത്. അവരാകെ അന്തം വിട്ടു. ഈ വരൾച്ച സമയത്ത് ഇവിടെ മാത്രം ഇത്രയും ചാക്കുകെട്ടിൽ അരികൾ എന്തുകൊണ്ട് അവർ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്ന ആരും കാണാതെ എന്ന് ഹീറോയിൻ ചോദിച്ചപ്പോൾ കിങ് പറയുന്നു, ഇത് മിലിറ്ററി ക്യാമ്പിലോട്ട് അയച്ച റിലീഫ് ഫുഡാണ്, അത് ഇടയ്ക്ക് വെച്ച് കാണാതായിരുന്നു. ഒരു സ്റ്റോറേജ് ഏരിയ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് നിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഗാർഡ് നിന്നെ ഈ വഴി കൊണ്ടുവന്നതും ഈ കുഴിയിലോട്ട് നീ വീഴുന്ന വിധത്തിൽ എല്ലാം ചെയ്തു വെച്ചതും എന്ന് പറയുന്നു. ഇപ്പുറത്ത് ലീറ്റാവോ അയാളുടെ ഗാർഡിനോട് പറയുന്നു, എന്തായാലും നീ ചെയ്ത കാര്യം വളരെ നന്നായി, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഞാനൊരു കച്ചവടക്കാരനാണ്, ആ അരി അവിടെ കാണുന്നതും ഞാനും വെറുതെ ഇരിക്കത്തില്ല, അയാൾ കച്ചവടം ഉറപ്പിക്കും. ആ അരി അയാൾ അവിടുന്ന് കൊണ്ടുപോകുന്ന തക്ക നോക്കിയിട്ട് വേണം നമ്മുടെ സെക്കൻഡ് പ്ലാൻ നടത്താൻ. നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ലീറ്റാവോ നോർത്തിലുള്ള ഷിമി കിങ്ഡത്തിലെ രാജാവിന്റെ സെക്കൻഡ് പ്രിൻസ് ആണ്. വരൾച്ച കാരണം അവരുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ മിനിസ്റ്റർ സായിയുടെ കയ്യിൽ നിന്ന് 10 ഇരട്ടി വിലയിൽ അരി വാങ്ങാൻ വന്നതായിരുന്നു. ഇവിടെ വന്ന് ക്യാഷ് കൊടുത്തപ്പോൾ ഒരു 5% കൂടി ക്യാഷ് കൂട്ടി തന്നാലേ അരി ഞാൻ തരത്തുള്ളൂ എന്ന് മിനിസ്റ്റർ സായി പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കച്ചവടം അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ലീറ്റാവോ തിരിച്ചവന്റെ രാജ്യത്തോട്ട് പോവാതെ അവനെ ചതിച്ച മിനിസ്റ്റർ സായിക്ക് തിരിച്ചൊരു 8ന്റെ പണി കൊടുക്കണം എന്ന് കരുതി ആൾമാറാട്ടം നടത്തി അവിടെ തന്നെ നിന്നു. ഇപ്പുറത്ത് കിങ്ങും കൂട്ടരും സായി ഫാമിലി മിലിറ്ററി ഫുഡ് മോഷ്ടിച്ച ശേഷം അത് കടൽ കൊള്ളക്കാരാണ് മോഷ്ടിച്ചോണ്ട് പോയെന്നുള്ള തെളിവുകൾ ഉണ്ടാക്കിയതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഷിമി കിങ്ഡത്തിലെ സെക്കൻഡ് പ്രിൻസ് ആയ ലീറ്റാവോ ഇവിടെ നിൽക്കാൻ കാരണവും ഈ ഒരു റൈസിന് വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് അവരെല്ലാവരും ഗസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് മിനിസ്റ്റർ സായി ആയിട്ട് കച്ചവടം ചെയ്താൽ പോരെ എന്ന് ലൂ പറയുമ്പോൾ ഹീറോ പറയുന്നു, ചെയ്ത് കാണും, പക്ഷേ ബഡ്ജറ്റ് കൊണ്ട് ഒക്കാതെ വന്നപ്പോൾ അത് മുടങ്ങി കാണും, അതുകൊണ്ടാണ് നമ്മളെ മനഃപൂർവ്വം അവിടെ എത്തുകയും നമുക്ക് ആ ഗ്രെയിന് കാണിച്ച് നമ്മളെയും കച്ചവടത്തിലോട്ട് എത്തിച്ച് നമ്മളത് കച്ചവടം ഉറപ്പിച്ച് കൊണ്ടുപോകുന്ന വഴി നമ്മളെ കൊള്ള ചെയ്ത് ആ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോകാനാണ് അവന് പ്ലാനിട്ടിരിക്കുന്നത്. എന്തായാലും മിനിസ്റ്റർ സായിയെ ഈ ഒരു തൊണ്ടി മുതലോട് കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നു. അന്ന് രാത്രിയാണ് മിനിസ്റ്റർ സായി കച്ചവടം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നതും നമ്മുടെ കിങ്ങിനും ഹീറോയിനും ഒരു ട്രീറ്റ് കൊടുക്കുന്നതും. കിങ് ഒരു കച്ചവടക്കാരൻ എന്ന വ്യാജേനയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗാർഡ് അവരെ വഴിതെറ്റിച്ച് വിട്ടത് കാരണം അവർ കുഴി വീണെന്നും അവിടെ ഒരുപാട് അരിച്ചാക്ക് കണ്ടെന്നും അത് അയാൾ ചോദിക്കുന്ന വിലക്ക് എടുക്കാൻ കിങ് തയ്യാറാണെന്നും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നു.
അവർ തമ്മിൽ സംസാരിക്കുന്നത് മുഴുവനും അപ്പുറത്ത് ഒളിച്ചിരുന്ന് ലീറ്റാവോ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ റൂമിന്റെ മുമ്പിലെത്തിയ ലീറ്റാവോട് ഹീറോയിൻ അവിടെ ഇല്ല, സായിഷയുടെ കൂടെ എവിടെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾ താണ്ട് ഈ ബാഗ് അവളെ ഏൽപ്പിച്ചേക്കെന്ന് പറഞ്ഞ് ഹീറോയിന്റെ ബാഗ് ലീറ്റാവോടെ കയ്യിൽ കൊടുത്തിട്ട് ആ മെയ്ഡ് അവിടുന്ന് പോകുന്നു. ആ ബാഗ് അവൻ തലതിരിച്ച് പിടിച്ചതും ആ ബാഗിലത്തെ മുഴുവൻ സാധനങ്ങളും താഴെ വീണു. സാധനങ്ങളൊക്കെ തിരിച്ച് ബാഗിൽ തന്നെ പിറക്കിയിടുന്നതിന്റെ ഇടയിലാണ് അവന് ഒരു ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലായത് അവിടെ നിൽക്കുന്നത് വെറും ഒരു ബിസിനസ്സുകാരനായ യാനല്ല, മറിച്ച് ചീ കിങ്ഡത്തിന്റെ തന്നെ എംപററായ ചിയാനാണെന്നുള്ള കാര്യം ഞെട്ടലോടെ അറിഞ്ഞത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ. താങ്ക്